നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ നേപ്പാൾ വ്യാപാര ബന്ധം പുതിയ ഒരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് നേപ്പാളും ഇന്ത്യയുമായി എന്തോ വലിയ പ്രശ്നമുണ്ടാകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നത്. അതൊക്കെ പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്. ഇപ്പോൾ നേപ്പാൾ പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ 500ഓളം ഉത്പന്നങ്ങൾക്കാണ് അവരുടെ കസ്റ്റംസ് ഡ്യൂട്ടി എടുത്തു കളഞ്ഞിരിക്കുന്നത്. എന്തായാലും ബാലേന്ദ്ര ഷാ ഇതാ ഇന്ത്യയുമായിട്ട് തെറ്റിപ്പിരിയുന്നു, ഇന്ത്യയോട് എതിർക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളൊക്കെ പുറത്തു വിട്ടിരുന്നത്. എന്നാൽ ഇതിപ്പോൾ ഇതാ അണഞ്ഞു പോയിരിക്കുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന്. ലോകത്തിലെ മുഴുവൻ, അതല്ലെങ്കിൽ പല ഭാഗങ്ങളിൽ നിന്ന്, ഇവൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മോദിക്ക് വിസ നിഷേധിച്ചിട്ടുണ്ട്. എന്നാൽ പിൽക്കാലത്ത് മോദിയെ വാഴ്ത്തുന്ന രാജ്യങ്ങളായി ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഇന്ത്യയിലും സമാനമായ സ്ഥിതി തന്നെയായിരുന്നു. അത്തരത്തിലുള്ളൊരു സംഭവ വികാസം തന്നെയാണ് നേപ്പാളിലും സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് ലോകം തന്നെ വിലയിരുത്തുന്നത്. ലോകം കൈകുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ എന്ത് തരത്തിലുള്ള നയതന്ത്രമായ വ്യതിയാനമാണ് മോദിയുടെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത്? എന്ത് തരത്തിലുള്ള ഒരു മാറ്റമാണ്? എന്താണ് ഈ മാജിക്കിന് പിന്നിലെ രഹസ്യം എന്ന് ഇപ്പോൾ ലോകം ആരായണ തങ്ങൾക്ക് നേരെ, അതായത് ഇന്ത്യക്ക് നേരെ വരുന്ന എല്ലാ വെല്ലുവിളികളെയും ഇന്ത്യക്ക് അനുകൂലമായി മാറ്റിയെടുക്കുന്ന പുതിയ തരം മോദി മാജിക്, ജയശങ്കർ മാജിക്കിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും ആ നയതന്ത്ര ശക്തിയെ തന്നെയാണ്. എന്തായാലും നേപ്പാളും ഭാരതവുമായുള്ള ഒരു ബന്ധം മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നേപ്പാളിന്റെ വിദേശകാര്യമന്ത്രിയായ ശിശിർ ഖനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിലുണ്ടായിരുന്നു. 3 ദിവസമായിട്ട് ഭാരതത്തിൽ അദ്ദേഹം പര്യടനം നടത്തുകയാണ്. ആദ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തി, പിന്നീട് ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ എസ് ജയശങ്കർ, ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രിയുമായിട്ട് അദ്ദേഹം നിരവധി ചർച്ചകൾ നടത്തി. എല്ലാം ശുഭസൂചകമായിരുന്നു. ചർച്ചകളെല്ലാം തന്നെ വലിയ വിജയമായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ശുഭ സൂചകമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി, ആഭ്യന്തരമന്ത്രിയുമായും അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രിയുമായും ചർച്ച നടത്തുന്നതിനോടൊപ്പം അദ്ദേഹം ഭാരതത്തിന്റെ BJPയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള നിതിൻ നബീനുമായും കൂടി ചർച്ചകൾ നടത്തിയിരുന്നു. എല്ലാം തന്നെ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നേപ്പാളും ഭാരതവുമായുള്ള ഒരു ചർച്ച നടന്നാൽ തന്നെ അതിൽ ഏറെയും ഒരു അതിർത്തി പ്രശ്നങ്ങളും അതിർത്തി കരാറുകളും തമ്മിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ആയിരുന്നു ഈ ചർച്ചകളൊക്കെ നടന്നിരുന്നത്. 1950 സമാധാന കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളാണെങ്കിലും അതോടൊപ്പം തന്നെ പിതർഗോഡുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കാലാപാനി നദി, മഹാകാളി നദിയുടെ ഒറിജിൻ, അതിൻ്റെ ഉദ്ഭവം പിതർഗോഡിലാണ് എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നു. ആ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെയാണ് നടക്കാറുണ്ടായിരുന്നത്. ലിപുലയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഈ ചർച്ചയുടെ വിഷയമായി മാറാറുണ്ടായിരുന്നത്. KP ശർമ്മ ഒലിയും അല്ലെങ്കിൽ നേപ്പാളിൻ്റെ പഴയ പ്രധാനമന്ത്രിമാരൊക്കെ ഈ തരത്തിലാണ്. ഇവരെല്ലാവരും തന്നെ ചൈനയുമായിട്ടാണ് കൂടുതൽ ബന്ധം പുലർത്തിയിരുന്നത്. കാരണം ഇവരെല്ലാവരും തന്നെ ഇടതുപക്ഷ ആഭിമുഖ്യം ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രധാനമന്ത്രിമാരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും തന്നെ ചൈനയുമായിട്ട് എന്ത് തരത്തിലുള്ള അതിർത്തി തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മൂടി വെച്ചുകൊണ്ട് ഭാരത വിരുദ്ധതയാണ് ഇവർ പറഞ്ഞിരുന്നത്. എന്നാൽ ഭാരതവുമായിട്ടാണ് നേപ്പാൾ ഏറ്റവും അധികം സാംസ്കാരികമായ ബന്ധം. ഭാരതം തന്നെയാണ് നേപ്പാൾ. ഭാരതത്തിൻ്റെ കീഴിലായിരുന്നു, ഭാരതത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരു രാജ്യമായിരുന്നു, അഖണ്ഡ ഭാരതത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യമായിരുന്നു. എന്നിട്ടും ഇത്തരത്തിലുള്ള ഈ KP ശർമ്മ ഒലിയെ പോലുള്ള ആൾക്കാർ ചൈനയുമായിട്ടാണ് കൂടുതൽ അടുത്ത ബന്ധം പുലർത്തുവാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നത്. ചൈന കടന്നുകയറ്റം നടത്തിയിട്ട് പോലും അതിനെയൊക്കെ നിശബ്ദമായി കണ്ട് അവഗണിക്കുകയായിരുന്നു ഇവരുടെ ഒരു പതിവ് രീതി. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതാ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയുടെ നേതാവായിട്ടുള്ള ബാലേന്ദ്ര ഷായും അദ്ദേഹത്തിനൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ വിദേശകാര്യ മന്ത്രിയും ഭാരതത്തിനൊപ്പം നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയിരിക്കുന്നത്. ശിശിർ ഖനാലിൻ്റെ ഏറ്റവും പോസിറ്റീവായ ഒരു നീക്കം തന്നെയാണ് അദ്ദേഹം ഭാരതത്തിൽ നടത്തിയിട്ടുള്ളത്. ഭാരതത്തിൻ്റെ സംസ്കാരവുമായിട്ടും ഭാരതവുമായിട്ടും
ഏറ്റവും അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള നേപ്പാൾ ഇതാ ഭാരതത്തിനൊപ്പം ചേരുന്നു, ഭാരതത്തിൻ്റെ ആത്മസുഹൃത്തായി മാറുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്ന ഏറ്റവും സന്തോഷകരമായ വാർത്ത. ചൈനയുടെ എല്ലാ നീക്കങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. എന്തായാലും ശിശിർ കനാൽ ആദ്യം ചർച്ച നടത്തിയത് ഭാരതത്തിൻ്റെ ദേശീയ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലുമായിട്ടാണ്. അതിനുശേഷമാണ് മറ്റ് ചർച്ചകളൊക്കെ നടത്തിയത്. എന്തായാലും വളരെ നല്ല ഒരു നീക്കം തന്നെയായിരുന്നു ഭാരതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതിനു മുന്നേ തന്നെ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയുടെ അധ്യക്ഷനായ രവി ലാമിച്ചൻ ഭാരതവുമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. അദ്ദേഹം ഭാരതത്തിൽ എത്തിയിരുന്നു. ഇതിപ്പോൾ അവരുടെ വിദേശകാര്യ മന്ത്രി ഇനി ബാലേന്ദ്ര ഷാ തന്നെ നേരിട്ട് ഭാരതത്തിലേക്ക് എത്തും. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായ നീക്കം തന്നെയാണ്. നേപ്പാളിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഭാരതത്തിനൊപ്പം നിന്നുകൊണ്ട് അവരുടെ ഒരു സാമ്പത്തികമായ പുരോഗതിയിലേക്ക് നേപ്പാളിനെ നയിക്കുക എന്നതാണ്. ചൈന കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയിരുന്ന തരത്തിലുള്ള അത്തരം ചതികൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവരിപ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. എന്നാലും ഭാരതവുമായി ബന്ധപ്പെട്ട ജലവൈദ്യുത പദ്ധതികളും അതോടൊപ്പം തന്നെ IT വ്യാപാര രംഗം, ഭാരതത്തിൻ്റെ തന്നെ UPI നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു NPI ആയി പരിവർത്തനം ചെയ്യപ്പെടുക, അതിൻ്റെ സാങ്കേതിക വിദ്യ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും സജീവ ചർച്ചയിലുണ്ടായിരുന്നത്. ചൈനയുമായി ബന്ധപ്പെട്ട് ഇത്തരം സാങ്കേതിക വിദ്യയുടെ കൈമാറ്റമൊക്കെ നടത്തുവാനായിട്ട് ആദ്യം തീരുമാനിച്ചിരുന്നുവെങ്കിലും ചൈനയുടെ ഈ പ്രോജക്റ്റുകളിൽ ചില ചതികളുണ്ട്. അതോടൊപ്പം തന്നെ ഇത് പ്രോജക്റ്റുകളൊക്കെ തന്നെ അത്രത്തോളം സുരക്ഷിതവുമല്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ചൈന ഇത്തരം നീക്കങ്ങളിലൂടെ അവരുടെ തന്നെ നേപ്പാളിൻ്റെ ഡേറ്റകൾ തട്ടിയെടുക്കുവാൻ മാത്രമേ ഇതുകൊണ്ട് ഉപകരിക്കുകയുള്ളൂ എന്ന് അവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നയവ്യതിയാനം അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചൈനയുടെ ചതി നേരിട്ട് മനസ്സിലാക്കിയ രാജ്യങ്ങളെയും അവർ കണ്ടുപിടിച്ചിരുന്നു. ഇപ്പോൾ ശ്രീലങ്കയുടെ കാര്യം എടുത്താലും പാകിസ്ഥാൻ്റെ കാര്യം എടുത്താലും ചൈന അക്ഷരാർത്ഥത്തിൽ ഇവരെയൊക്കെ ചതിക്കുകയായിരുന്നു. ഇവരിൽ നിന്ന് സമ്പത്ത് പിടിച്ചു പറിച്ച ചൈന എടുക്കുകയായിരുന്നു. അത്തരത്തിലുള്ള സാമ്രാജ്യത്വ നയവുമായി നടക്കുന്ന ചൈനയോടൊപ്പം സഹകരിക്കുവാനായിട്ട് ഇവർ ഇപ്പോൾ തയ്യാറല്ല എന്നുള്ളതാണ് നേപ്പാൾ ഇപ്പോൾ തിരുത്തി പറഞ്ഞിരിക്കുന്നത്. നേപ്പാൾ ഇപ്പോൾ മുന്നോട്ട് തന്നെ ഭാരതത്തിനൊപ്പം മുന്നോട്ട് തന്നെ എന്നുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി തത്വമൈ ന്യൂസിന് പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ബാലേന്ദ്ര ഷാ പറഞ്ഞത് ഇന്ത്യയുമായിട്ട് അതിർത്തി പ്രശ്നമുണ്ട് എന്ന തരത്തിൽ. മാധ്യമങ്ങൾ ഇത് ഏറ്റുപിടിച്ചത് ഇന്ത്യയുമായി അതിർത്തി പ്രശ്നമുണ്ട്, അതിൻ്റെ പങ്കാളി ബ്രിട്ടനാണ് എന്നുകൂടി പറഞ്ഞപ്പോൾ നേപ്പാൾ പുതിയൊരാളിനെയും കൂടെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. ഒപ്പം ചൈനയും കൂടെ ഉൾപ്പെടുത്തി ഭാരതത്തെ ഒറ്റപ്പെടുത്തുവാനാണ് നീക്കമെന്ന്. എന്നാൽ അക്ഷരാർത്ഥത്തിൽ അതല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഭാരതത്തിനൊപ്പം നേപ്പാൾ ചേരുന്നു, ഭാരതവുമായിട്ട് മുന്നോട്ട് പോകുന്നു, ചൈനയെ ഒറ്റപ്പെടുത്തുന്നു, ചൈനയെ വളഞ്ഞിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഭാരതം ഒരു ഡിപ്ലോമാറ്റിക്കായുള്ള ഒരു എൻസർക്ലിംഗ് ആണ് ചൈനയ്ക്ക് മുകളിൽ ഭാരതം നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു നീക്കത്തിലൂടെ ചൈനയ്ക്കെന്നല്ല ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ഭാരതത്തെ കുമ്പിടുന്നു. ഭാരതത്തിൻ്റെ അതിർത്തി രാജ്യങ്ങളെല്ലാം തന്നെ ഭാരതത്തിനൊപ്പമായി മാറുന്ന ഒരു സവിശേഷമായ കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു അമേരിക്കയ്ക്കും ഒരു പാകിസ്ഥാനും ഒരു ചൈനയ്ക്കും ഭാരതത്തെ ഒറ്റപ്പെടുത്തി നിൽക്കുവാൻ കഴിയില്ല, ഭാരതത്തെ മാറ്റി നിർത്തുവാൻ കഴിയില്ല. ഭാരതം മുന്നോട്ടുള്ള കുതിപ്പ് തന്നെ തുടരുകയാണ്. അത് സാമ്പത്തിക കാര്യത്തിലായാലും സാംസ്കാരികമായ കാര്യത്തിലായാലും അത് ഡിപ്ലോമസിയുടെ കാര്യത്തിലായാലും ഒക്കെ തീർച്ചയായും ഭാരതം കുതിപ്പ് തുടരുക തന്നെയാണ്. അതുകൊണ്ട് ചൈനയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വിടുപണി ചെയ്യുന്ന ചില രാഷ്ട്രീയക്കാരും ഇത്തരത്തിലുള്ള പാഠങ്ങൾ തന്നെയാണ് പഠിക്കേണ്ടത്. എന്തായാലും ചൈനയോടൊപ്പം ചേരുന്നത് ഒരു കാരണവശാലും അത് ചൈനയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും അതോടൊപ്പം തന്നെ നേരിട്ടുള്ള ഒരു സാമ്പത്തികപരമായിട്ടാണ്. ചൈനയുമായി വ്യാപാര ബന്ധം നടത്തണമെങ്കിൽ അതൊരു ഹിമാലയൻ അതിർത്തിയിൽ കൂടെ മാത്രമേ അവർക്ക് നടക്കുകയുള്ളൂ. പക്ഷേ ഭാരതവുമായി ഒരു സമതലം, ഭാരതത്തിനുമായി അവർക്കുള്ള ബന്ധം ഒരു സമതലവുമായിട്ടുള്ള ഒരു ബന്ധം എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗതാഗതത്തിനുള്ള സൗകര്യങ്ങളും കൂടുതൽ ലഭ്യമാണ് ഭാരതവുമായി ചേർന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും സുരക്ഷിതമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് നേപ്പാളിൻ്റെ പദ്ധതി ഭാരതവുമായി ഒരുമിച്ച്.